പ്രിയപ്പെട്ട കുട്ടികളെ, കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നുള്ള ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണെന്ന്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, അതേപോലെ ആറ്റം മോഡൽസിൽ ജെ തോംസൻ്റെ ആറ്റം മോഡൽ പഠിച്ചിരുന്നു. പ്ലം പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ റൈസിൻ പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ വാട്ടർ മെലൺ മോഡൽ എന്നൊക്കെയാണ് അതിന് നമ്മൾ പറഞ്ഞത്. ഇന്ന് നമുക്ക് ചില കാര്യങ്ങൾ അടുത്ത ആറ്റം മോഡലിലേക്ക് വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട്. റേഡിയോ ആക്ടിവിറ്റി നിങ്ങൾ കേട്ടതാണ്. റേഡിയോ ആക്ടിവിറ്റി എന്താണ്? ഈ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. യുറേനിയം ഒക്കെ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ആണ്. ഈ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസിൻ്റെ ഒരു ഫിനോമിനനാണ് റേഡിയോ ആക്ടിവിറ്റി. നിങ്ങൾക്കറിയാം എന്താണ് ഈ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ദെൻ ഇറ്റ് ഈസ് ദി എമിഷൻ ഓഫ് some active radiations by then radioactive substance. അതിനാണ് നമ്മൾ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഹെൻറി ബെക്കറൽ എന്നൊക്കെ സയൻറ്റിസ്റ്റിൻ്റെയൊക്കെ പേരൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഈ റേഡിയോ ആക്ടിവിറ്റി? ഇത്രയേ ഉള്ളൂ. സ്പോണ്ടേനിയസ് എമിഷൻ ഓഫ് സം റേഡിയേഷൻസ്, ആക്റ്റീവ് റേഡിയേഷൻസ് ബൈ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ്. അതിനെയാണ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഒരു റേഡിയോ ആക്റ്റീവായ എലമെൻറ്റ്, നമ്മളൊരു ലെഡ് ദെൻ ഒക്കെ മെറ്റൽ കൊണ്ട് ഇതേപോലെ ഒരു ക്യാവിറ്റി ഉണ്ടാക്കിയിട്ട് അതിൽ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് യുറേനിയം പോലെ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് വെക്കുന്നു. നമ്മളിവിടെ രണ്ട് ഇലക്ട്രോഡുകൾ, ഒന്ന് പ്ലസും ഒന്ന് മൈനസും വെക്കുന്നു. ഈ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് എമിറ്റ് ചെയ്യാനുള്ളത് ദെൻ ഒക്കെ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും. അപ്പം നിങ്ങൾ ഇവിടെ ഒരു പോസിറ്റീവ് പ്ലേറ്റും ഇവിടെ നെഗറ്റീവ് പ്ലേറ്റും വെക്കുകയാണെങ്കിൽ ചിലത് കാണാം പോസിറ്റീവിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു ചില റേഡിയേഷൻ, ചിലത് കാണാം നെഗറ്റീവിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു ചില റേഡിയേഷൻസിന്. ദെൻ ഒരു ഡിഫ്ലക്ഷനും ഇല്ലാതെ നേരെ മുകളിലേക്ക് പോകുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ ഈ പോസിറ്റീവ് പ്ലേറ്റിലേക്ക് വരുന്ന ആൾക്ക് നിങ്ങൾക്കറിയാം നെഗറ്റീവ് ചാർജ് ഉണ്ട്, നെഗറ്റീവ് പ്ലേറ്റിലേക്ക് വരുന്ന ആൾക്കറിയാം പോസിറ്റീവ് ചാർജ് ഉണ്ട്. ദെൻ ഈ പോസിറ്റീവ് ചാർജുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് പ്ലേറ്റിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന ആൾക്കാരെ പറയുന്ന പേരാണ് ആൽഫ റേസ് അല്ലെങ്കിൽ ആൽഫ റേഡിയേഷൻസ് എന്ന് പേര് പറയും. ആൽഫ എന്നാണ് പേര് കൊടുക്കുന്നത്. ആൽഫ റേസ്, ആൽഫ റേഡിയേഷൻസ്. ഇനി പോസിറ്റീവിലേക്ക് വരുന്ന ആൾക്ക് നെഗറ്റീവ് ചാർജാണ്, അതാണ് ബീറ്റ റേഡിയേഷൻ അല്ലെങ്കിൽ ബീറ്റ റേസ് എന്ന് വിളിക്കും. ചാർജ് ഇല്ലാതെ നേരെ പോകുന്ന ആള് ഗാമ റേസ് അല്ലെങ്കിൽ ഗാമ റേഡിയേഷൻസ്. അപ്പോൾ ഏതൊക്കെയാണ് മൂന്നെണ്ണം? ആൽഫ, ബീറ്റ, ഗാമ. ഇനി ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ആൽഫ റേസിന് പോസിറ്റീവ് ചാർജാണ്. ആക്ച്വലി അത് ഹീലിയം ന്യൂക്ലിയസ് ആണ്. എന്താ ഹീലിയം ന്യൂക്ലിയസ്? അറ്റോമിക് നമ്പർ 2, മാസ് നമ്പർ 4, 2 പോസിറ്റീവ് ചാർജ്. ഇലക്ട്രോൺ പോയതാണ്. ഹീലിയത്തിന് 2 ഇലക്ട്രോണും 2 ഇലക്ട്രോൺ ഉണ്ട്, ഇലക്ട്രോൺ പോയി. പിന്നെ ന്യൂക്ലിയസിൽ 2 പ്രോട്ടോണും 2 ന്യൂട്രോണും, മാസ് നമ്പർ 4. സോ ആൽഫ റേസ് എന്ന് പറഞ്ഞാൽ എന്താ സാധനം? എന്താ? മാസ് 4 യൂണിറ്റ് ഉണ്ട്, 4 AMU അറ്റോമിക് മാസിൻ്റെ അതന്നെ. പിന്നെ ദെൻ ഓക്കെ അതേപോലെ 2 യൂണിറ്റ് പോസിറ്റീവ് ചാർജും ഉണ്ട്. ഇലക്ട്രോണിൻ്റെ മാസ് അല്ല, ഇവിടെ പോസിറ്റീവ് ചാർജാണ്, പക്ഷേ യൂണിറ്റ് മാസ് യൂണിറ്റ് ചാർജ് നമ്മൾ പറയാറില്ല. ഇലക്ട്രോണിൻ്റെ ചാർജ് ദെൻ അതിൻ്റെ ഡബിൾ ആയിട്ടുണ്ട്, അതായത് 2+ ഉണ്ട്. ഇതാണ് ആൽഫ റേസ്. ബീറ്റ റേസിനെ കുറിച്ച് പഠിച്ചപ്പോഴാണ് മനസ്സിലായത് മാസും ചാർജും ഇലക്ട്രോണിന് ഈക്വൽ ആണ്. അത് നത്തിങ് ബട്ട് ഇലക്ട്രോൺസ് ആണ്. ആരാണത്? ബീറ്റ റേഡിയേഷൻസ് എന്ന് പറഞ്ഞാൽ അത് ഇലക്ട്രോൺസ് ആണ്. ഗാമ റേസിന് ചാർജ് ഇല്ല, മാസ് വളരെ നെഗ്ലിജിബിൾ മാസുമാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? റേഡിയോ ആക്ടിവിറ്റിയിൽ റേഡിയേഷൻസ് 3 തരത്തിലാണ്: ആൽഫ, ബീറ്റ, ഗാമ. എന്താ ആൽഫ റേഡിയേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഹീലിയം ന്യൂക്ലിയസ് ആണ്, 2 യൂണിറ്റ് പോസിറ്റീവ് ചാർജ്, 4 AMU മാസ് അല്ലെങ്കിൽ 4 U മാസ് ഉണ്ട്. ദെൻ ഇനി ബീറ്റ റേഡിയേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് ഇലക്ട്രോൺസ് ആണത്, ഇലക്ട്രോൺസ് ആണ്. ഗാമ റേഡിയേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞ് ചാർജ് ഇല്ലാത്തതാണ്. ഓക്കെ, ഇനി ഇവിടെ ദെൻ ഈ ആൽഫ റേഡിയേഷനും ബീറ്റ ഗാമയ്ക്ക് ചില മെറ്റലിനൊക്കെ അതെന്ത് ചെയ്യും? ദെൻ ഇതേപോലെ മെറ്റലിനൊക്കെ പെനട്രേറ്റ് ചെയ്ത് പോകാൻ കഴിവുണ്ട്. ഏതിന്? ഈ ആൽഫ, ബീറ്റ, ഗാമ റേഡിയേഷൻസിന്. അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ പെനട്രേറ്റിംഗ് പവർ അല്ലെങ്കിൽ ബീറ്റയുടെ പെനട്രേറ്റിംഗ് പവർ ആൽഫയുടെ 100 ടൈംസ് ഉണ്ടാവും. ആൽഫയുടെ 100 ടൈംസ് ആണ് ബീറ്റയുടെ പെനട്രേറ്റിംഗ് പവർ. ദെൻ ഓക്കെ, ആൽഫയുടെ 100 ടൈംസ് ആണ് ബീറ്റയുടെ പെനട്രേറ്റിംഗ് പവർ. പക്ഷേ ഗാമയുടെ പെനട്രേറ്റിംഗ് പവർ ആൽഫയുടെ പെനട്രേറ്റിംഗ് പവറിൻ്റെ 10,000 ടൈംസ് ഉണ്ട്.
10,000 ടൈംസ്. അല്ലെങ്കിൽ പറയാം ആൽഫയുടെ പെനട്രേറ്റിംഗ് പവറിൻ്റെ 100 ടൈംസ് ആണ് ബീറ്റയുടെ പെനട്രേറ്റിംഗ് പവർ. ബീറ്റയുടെ പെനട്രേറ്റിംഗ് പവറിൻ്റെ 100 ടൈംസ്, ബീറ്റയുടെ പെനട്രേറ്റിംഗ് പവറിൻ്റെ 100 ടൈംസ് ആണ് ഗാമ റേസിൻ്റെ പെനട്രേറ്റിംഗ് പവർ. ഓക്കെ, അത്രയേ ഉള്ളൂ. പെനട്രേറ്റിംഗ് പവർ എന്നുള്ളത് ആ മെറ്റലിനൊക്കെ പെനട്രേറ്റ് ചെയ്ത് പോകാനുള്ള കഴിവ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പെനട്രേറ്റിംഗ് പവർ ഉള്ള ഏതിനാണ്? ഗാമ റേഡിയേഷൻസിനാണ്. അത് മതി. ഈ കുറച്ച് കാര്യങ്ങൾ റേഡിയോ ആക്ടിവിറ്റിയെ കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചേക്ക്. ആൽഫ റേഡിയേഷൻസ് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഹീലിയം ന്യൂക്ലിയസ് ആണ്. മനസ്സിലായില്ലേ പറഞ്ഞ കാര്യങ്ങൾ? ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചത് ജെ തോംസന്റെ ആറ്റം മോഡലാണ്. ഇനി നമുക്ക് വരുന്നത് റൂദർഫോർഡിന്റെ ഒരു എക്സ്പെരിമെന്റ് ഉണ്ട്. നോക്കൂ, റൂദർഫോർഡ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റാണ് പഠിക്കാനുള്ളത്. അതിലേക്ക് എത്തിച്ചത് ഒരു എക്സ്പെരിമെന്റ് ആണ്, ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ കേട്ടതാണ്. എന്താണ് എക്സ്പെരിമെന്റൽ സെറ്റപ്പ്? ഒന്ന് നോക്കൂ. നമ്മൾ ആൽഫ റേഡിയേഷൻസ് പാസ് അല്ലെങ്കിൽ വിട്ടുകൊടുക്കാനുള്ള ഒരു റേഡിയോ ആക്റ്റീവ് സോഴ്സ് ഉണ്ട്. ദെൻ ഇനി അടുത്തത് എന്താ കൊടുത്ത്? ഒരു ലെഡ് പ്ലേറ്റ് ഉണ്ട്. അതായത് നാരോ ആയിട്ട് വരുന്ന ദെൻ ഓക്കെ ഒരേ ലൈനിൽ വരുന്ന ആൽഫ പാർട്ടിക്കിൾ സെലക്ട് ചെയ്യാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് ദെൻ അവിടെ ഒരു തിൻ ഗോൾഡ് ഫോയിൽ ഉണ്ട്, വളരെ തിന്നായിട്ടുള്ളൊരു ഗോൾഡ് ഫോയിൽ. അതിലൂടെയാണ് ഈ ആൽഫ പാർട്ടിക്കിൾ പാസ് ചെയ്യുന്നത്. എന്നിട്ട് ആ ആൽഫ പാർട്ടിക്കിളിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടി അതിന് ചുറ്റും ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഈ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ ആൽഫ പാർട്ടിക്കിൾ തട്ടുമ്പോൾ എന്താ ഉണ്ടാവുക? അവിടെ സ്പോട്ട് ക്രിയേറ്റ് ചെയ്യും, ഒരു ബ്രൈറ്റ് സ്പോട്ട് ഉണ്ടാവും. അല്ലെങ്കിൽ സിങ്ക് സൾഫൈഡ് കോട്ടഡ് സ്ക്രീനാണ് വെച്ചിട്ടുണ്ടാവുക, ഫ്ലൂറസൻ മെറ്റീരിയൽ ആയിട്ടുള്ള. അതായത് ലൈറ്റ് വരുമ്പോൾ ദെൻ അവിടെ ഒരു ബ്രൈറ്റ് സ്പോട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇതാണ് നമ്മൾ എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. അപ്പോൾ എന്തൊക്കെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ്? എന്താണ്? ഫാസ്റ്റ് മൂവിങ് ആൽഫ പാർട്ടിക്കിൾ ഈസ് പാസ്ഡ് ത്രൂ എ തിൻ ഗോൾഡ് ഫോയിൽ. ദ ഡയറക്ഷൻ ഓഫ് ആൽഫ പാർട്ടിക്കിൾ ക്യാൻ ബി ഡിറ്റക്റ്റഡ് യൂസിങ് എന്താണ്? സിങ്ക് സൾഫൈഡ് കോട്ടഡ് സ്ക്രീൻ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്. നോക്കൂ, അതിൻ്റെ എന്തൊക്കെയാണ് എക്സ്പെരിമെന്റൽ കാര്യങ്ങൾ നോക്കൂ. എ സ്ട്രീം ഓഫ് ഹൈ എനർജി ആൽഫ പാർട്ടിക്കിൾ ഫ്രം എ റേഡിയോ ആക്റ്റീവ് സോഴ്സ് വാസ് ഡയറക്റ്റഡ് അറ്റ് ദ തിൻ എന്താണ്? ഡയറക്റ്റഡ് അറ്റ് ദി തിൻ ഗോൾഡ് ഫോയിൽ. ഗോൾഡ് ഫോയിൽ എന്ന് കൂടി വേണം. തിൻ ഗോൾഡ് ഫോയിൽ എന്താണ് കൊടുത്ത? ആ ഗോൾഡ് ഫോയിലിന്റെ തിക്നെസ് എത്രയാണ്? 100 നാനോമീറ്റർ ആണ് ഇത് അറൗണ്ട് വരുന്നത്, 100 നാനോമീറ്റർ. ഇനി രണ്ടാമത്തെ, ഗോൾഡ് ഫോയിൽ ഹാഡ് എ സർക്കുലർ ഫ്ലൂറസെന്റ് സ്ക്രീൻ അറൗണ്ട് ഇറ്റ്. എന്തിനാണത് വെക്കുന്നത്? സിങ്ക് സൾഫൈഡ് ഒക്കെ കോട്ട് ചെയ്ത ഒരു ഫ്ലൂറസെന്റ് സ്ക്രീൻ. ലൈറ്റ് അതിൽ ആൽഫ പാർട്ടിക്കിൾ വരുമ്പോൾ ഒരു ബ്രൈറ്റ് സ്പോട്ട് ക്രിയേറ്റ് ചെയ്യും. നോക്കൂ, എ ടൈനി ഫ്ലാഷ് ഓഫ് ലൈറ്റ് വാസ് ഒബ്സർവ്ഡ് അറ്റ് ദ പോയിന്റ് വെനെവർ an ആൽഫ പാർട്ടിക്കിൾ struck the screen. ആ സ്ക്രീനിൽ ആൽഫ പാർട്ടിക്കിൾ തട്ടുമ്പോൾ ഒരു ബ്രൈറ്റ് സ്പോട്ടായിട്ട് അത് കാണാൻ പറ്റും. ഇതാണ് എക്സ്പെരിമെന്റൽ സെറ്റപ്പ് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി എന്തൊക്കെയാണ് അതിൽ കിട്ടിയ ഒബ്സർവേഷൻസ്? അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നോക്കൂ, ദെൻ അതിനൊരു ഒരു ഡയഗ്രമാറ്റിക് പിക്ചറാണ്. നമുക്ക് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒബ്സർവേഷൻസ് നോക്കും. മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ പാസ് ത്രൂ ദി ഗോൾഡ് ഫോയിൽ അൺഡിഫ്ലക്റ്റഡ്. മിക്കവാറും എല്ലാ ആൽഫ പാർട്ടിക്കിളും ഒരു തടസ്സം കൂടാതെ നേരെ കടന്നു പോയി എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ നോക്കൂ, only very few of them, okay, only then a small fraction of alpha particles are deflected by small angle. വളരെ കുറച്ചെണ്ണം മാത്രം ചെറിയ ആംഗിളിൽ ഡീവിയേറ്റ് ചെയ്തു. അതിലും വളരെ കുറച്ചെണ്ണം മാത്രം അറൗണ്ട് 1 in 20,000 ഒക്കെ എന്ത് ചെയ്തു? നേരെ ഡിഫ്ലക്ട് ചെയ്ത് തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. വായിച്ചു നോക്കും. then a very few alpha particle around 1 in 20,000 bounce back, that is were deflected by nearly 180 degree. എന്തൊക്കെയാ ഇപ്പോൾ പറഞ്ഞത്? നോക്കൂ, നമ്മൾ ആദ്യം പറഞ്ഞതാണ്. ദെൻ എന്തൊക്കെ നമ്മൾ തുടങ്ങിയ എന്താണ്? ആൽഫ പാർട്ടിക്കിൾ എക്സ്പെരിമെന്റ് എന്തായിരുന്നു? എ തിൻ ഗോൾഡ് ഫോയിലൂടെ ഫാസ്റ്റ് മൂവിങ് ആൽഫ പാർട്ടിക്കിളിനെ പാസ് ചെയ്തു. ദെൻ ഇതൊക്കെ ചോദിക്കലുണ്ട് കേട്ടോ. എന്നിട്ട് ദെൻ എ സർക്കുലർ സ്ക്രീൻ, അതെന്താണ്? സിങ്ക് സൾഫൈഡ് കോട്ടഡ് സ്ക്രീൻ ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു ഡിറ്റക്ട് ദ ഡയറക്ഷൻ ഓഫ് ആൽഫ പാർട്ടിക്കിൾ അല്ലേ? അതാണ് എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. ഇനി ഇവിടുന്ന് കിട്ടിയ ഒബ്സർവേഷൻ ആണ്, മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ പാസ് ത്രൂ ദി ഫോയിൽ വിത്തൗട്ട് എനി ഡീവിയേഷൻ. ഒരു തടസ്സം കൂടാതെ, വിത്തൗട്ട് എനി ഡീവിയേഷൻ, ഒരു മാറ്റം കൂടാതെ നേരെ ആൽഫ പാർട്ടിക്കിൾ മിക്കവാറും പാസ് ചെയ്തു പോയി. രണ്ടാമത്തെ, എ സ്മോൾ ഫ്രാക്ഷൻ ഓഫ് ആൽഫ പാർട്ടിക്കിൾ വാസ് ഡിഫ്ലക്റ്റഡ് ബൈ സ്മോൾ ആംഗിൾ. വളരെ കുറച്ചെണ്ണം മാത്രം ചെറിയ ആംഗിളിൽ ഡീവിയേറ്റ് ചെയ്തു. മൂന്നാമത്തെ ഒബ്സർവേഷൻ, ഓൺലി വെരി ഫ്യൂ ഓഫ് ദം അറൗണ്ട് 1 in 20,000 ചെയ്തു റിഫ്ലക്റ്റഡ് ബാക്ക് അല്ലെങ്കിൽ ബൗൺസ് ബാക്ക് ഓർ ഡിഫ്ലക്റ്റഡ് ബൈ നിയർലി 180 ഡിഗ്രി. വലിയ ആംഗിളിൽ ഡീവിയേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അതിന് കാരണം പറയുന്നത് അതാണ്
നമ്മൾ ദെൻ ആ ഒബ്സർവേഷന് കൊടുക്കുന്ന എക്സ്പ്ലനേഷനാണിത്. നോക്കൂ, ഇവിടെ നമ്മൾ തിൻ ഗോൾഡ് ഫോയിലാണ് എടുത്തത്. അവിടെ ദെൻ നമ്മളെ ഗോൾഡ് ആറ്റംസ് ഉണ്ട്. ഈ ഗോൾഡ് ആറ്റംസിലൂടെ ആൽഫ പാർട്ടിക്കിൾ മിക്കവാറും നേരെ അങ്ങ് കടന്നു പോയി എന്നാണ് പറയുന്നത്. കുറച്ചെണ്ണം മാത്രം ചെറിയ ആംഗിളിൽ ഡീവിയേറ്റ് ചെയ്തു, വളരെ കുറച്ചെണ്ണം മാത്രം തിരിച്ചിങ്ങോട്ട് ഡിഫ്ലക്റ്റഡ് ബാക്ക് എന്നാണ് പറയുന്നത്. അതിന് കാരണം പറയുന്നത് നമ്മൾ ദെൻ ഒരു മൈന്യൂട്ടായിട്ടൊരു ആറ്റത്തിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ഇവർ പറയുന്നത് ദെൻ ഈ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ നേരത്തെ നമ്മൾ പഠിച്ചു നത്തിങ് ബട്ട് ദെൻ ഓക്കെ ഹീലിയം ന്യൂക്ലിയസ് ആണ്. ആൽഫ പാർട്ടിക്കിളിന് പോസിറ്റീവ് ചാർജ് ആണുള്ളത്. ദെൻ ഈ ആറ്റം ദെൻ റുദർഫോർഡ് എക്സ്പ്ലെയിൻ ചെയ്യാണ് ആറ്റത്തിൻ്റെ നടുക്കൊരു പോസിറ്റീവ് ചാർജ് ഉണ്ട്, അത് വളരെ ചെറുതാണെന്നാണ് പറയുന്നത്. ബാക്കിയുള്ള സ്പേസ് ഒക്കെ എംപ്റ്റി ആണ്. ഇതിലൂടെ നേരെ വരുന്ന ആൽഫ പാർട്ടിക്കിളൊക്കെ ഒരു തടസ്സം കൂടാതെ കടന്നു പോകുന്നു. ദെൻ കാരണം കൂടുതൽ സ്ഥലം എംപ്റ്റി ആണ്. ഇനി ആൽഫ പാർട്ടിക്കിൾ പോസിറ്റീവ് ചാർജ് ആണ്, ഇതിൻ്റെ നടുക്കൊരു പോസിറ്റീവ് ചാർജുള്ള ദെൻ ഓക്കെ സെൻറ്റർ ഉണ്ട്. അതിൻ്റെ അടുത്ത് കൂടിയ ഈ പോസിറ്റീവ് ചാർജിൽ ആൽഫ പാർട്ടിക്കിൾ പോകുമ്പോൾ ചെറുതായിട്ട് ഡിഫ്ലക്റ്റ് ചെയ്യും, ലൈക്ക് ചാർജസ് റിപ്പൽ ചെയ്യും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ റിപ്പൾഷൻ കാണിക്കുന്ന പറയുന്നത്. ഇനി ഇത് വലുതാണെങ്കിൽ എന്തായിരിക്കും? ഓക്കെ, കുറേ എണ്ണം നമ്മൾ ഇതേപോലെ നോക്കൂ. ദെൻ അടുത്ത പാർട്ടിക്കിൾ ഈ ആൽഫ പാർട്ടിക്കിൾ ഇതിൽ തട്ടുന്ന തിരിച്ചിങ്ങോട്ട് വരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈസ് വളരെ ചെറുതാണ്, അപ്പോൾ ഇതേപോലെ തിരിച്ചു പോകുന്നു. കുറച്ച് സൈസ് കൂടുതലാണെങ്കിലോ കൂടുതലെണ്ണം ഇതേപോലെ തിരിച്ചു പോരേണ്ടി വരും, പക്ഷെ സൈസ് കുറവാണ്. ഇതാണ് ഇവിടുന്ന് കൊടുത്ത എക്സ്പ്ലനേഷൻ. എന്തൊക്കെ അപ്പോൾ പറയാം ഇവിടുന്ന് കൊടുത്ത എക്സ്പ്ലനേഷൻ? ഒരു ആറ്റത്തിൻ്റെ നടുക്ക് പോസിറ്റീവ് ചാർജുള്ള റീജിയൻ ഉണ്ട്, അതിനാണ് ന്യൂക്ലിയസ് എന്ന് പേര് കൊടുത്തത്. എന്താ പേര് കൊടുത്ത്? ന്യൂക്ലിയസ്. അതിന് പോസിറ്റീവ് ചാർജ് ഉണ്ട്. ദെൻ മോസ്റ്റ് ഓഫ് ദി മാസും ഇവിടെ ഉള്ളത് വളരെ ചെറുതാണത്. ഇനി രണ്ടാമത് പറയുന്നത് മോസ്റ്റ് ഓഫ് ദി സ്പേസ് ഇൻ ആൻ ആറ്റം ഈസ് എംപ്റ്റി എന്നാണ്. അതുകൊണ്ടാണ് മിക്ക ആൽഫ പാർട്ടിക്കിളും വിത്തൗട്ട് എനി ഡിഫ്ലക്ഷൻ അതിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ നോക്കിയേക്ക് എന്തൊക്കെ അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താ? കൺക്ലൂഷൻ നോക്ക്. മോസ്റ്റ് ഓഫ് ദി സ്പേസ് ഇൻ ആൻ ആറ്റം ഈസ് എംപ്റ്റി ആസ് മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ പാസ് ത്രൂ ദി ഗോൾഡ് ഫോയിൽ അൺഡിഫ്ലക്റ്റഡ്. മനസ്സിലായില്ലേ? അത് മിക്ക ആൽഫ പാർട്ടിക്കിളും തടസ്സമൊന്നും കൂടാതെ കടന്നു പോയത് കൊണ്ട് നമ്മൾ പറയാണ് most of the space in an atom is empty എന്നുള്ളത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത പോയിന്റ്. The positive charge is concentrated in a very small region. Then okay, very small volume that repel and deflected few positively charged alpha particle. This small volume of atom is called nucleus. ആ ചെറിയ സ്പേസിനെ പറയുന്ന പേരാണ്, ചെറിയ വോള്യത്തെ പറയുന്ന പേരാണ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു. ന്യൂക്ലിയസ് എന്ന് പേര് കൊടുത്തു. ഇനി അടുത്ത് the volume of the nucleus is negligible, small as compared to the total volume of the then atom. ആറ്റമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ന്യൂക്ലിയസിന്റെ വോള്യം വളരെ നെഗ്ലിജിബിൾ എന്നാണ് പറയുന്നത്. അവിടെ നോക്കിയേക്ക്, റേഡിയസ് ഓഫ് ആറ്റം എത്രയാണ് പറയുന്നത്? 10⁻⁻10 മീറ്ററിന്റെ ഓർഡറിലാണ് റേഡിയസ് ഓഫ് ആറ്റം. അതേസമയം ഇത് റേഡിയസ് ഓഫ് ആറ്റത്തിന്റെ ഓർഡർ. റേഡിയസ് ഓഫ് ന്യൂക്ലിയസിന്റെ ഓർഡർ എത്രയാണ്? 10⁻15 മീറ്ററിന്റെ ഓർഡറിലാണ്. അങ്ങനെയാണെങ്കിൽ റേഡിയസ് ഓഫ് ആറ്റം ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് ന്യൂക്ലിയസ് ചെയ്താൽ 10⁻10 ഡിവൈഡഡ് ബൈ 10⁻15 എത്ര നിങ്ങൾക്ക് കിട്ടുക? ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁵ എന്ന് കിട്ടൂലേ അറൗണ്ട്. ഓർ റേഡിയസ് ഓഫ് ആറ്റം ഈക്വൽ ടു 10⁵ ഇൻറ്റു റേഡിയസ് ഓഫ് ന്യൂക്ലിയസ്. ഇങ്ങനെയല്ലേ ഉണ്ടാവുക? നോക്കുക, കമ്പാരിസൺ നോക്കൂ. ഇതായിട്ട് ന്യൂക്ലിയസിന്റെ സൈസ് ആറ്റത്തിന്റെ സൈസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണെന്നുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്കൊരു കമ്പാരിസൺ പറയാം. ഇപ്പം ന്യൂക്ലിയസ് ഓഫ് ആറ്റം എന്നുള്ളത് ഒരു ക്രിക്കറ്റ് ബോളായിട്ട് അസ്യൂം ചെയ്യട്ടോ. ആ കമ്പാരിസന് വേണ്ടിയിട്ടാണ്. ക്രിക്കറ്റ് ബോളായിട്ട് ഒരു ക്രിക്കറ്റ് ബോളിൻ്റെ റേഡിയസ് നമ്മൾ ഏകദേശം ഒരു 5 സെൻറ്റിമീറ്റർ എന്ന് എടുക്കാം. ക്രിക്കറ്റ് ബോളിൻ്റെ റേഡിയസ് 5 സെൻറ്റിമീറ്റർ എന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ റേഡിയസ് ഓഫ് ആറ്റം എത്ര ഉണ്ടാവുക? 10⁵ ഇൻറ്റു 5 സെൻറ്റിമീറ്റർ. ശരിയല്ല? ഇത് നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതാൻ പറ്റും? 10⁻³ ഇൻറ്റു 500 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 5 മീറ്റർ. ഇത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 10⁻³ ഇൻറ്റു 100. ആ 100 നമ്മൾ ഇങ്ങോട്ട് എടുത്ത് 500 സെൻറ്റിമീറ്റർ ആയി. അപ്പോൾ 500 സെൻറ്റിമീറ്റർ 500 മീറ്റർ. 10⁻³ ഇൻറ്റു 5 മീറ്റർ എത്ര കിട്ടുക? 5 മീറ്റർ എത്ര കിട്ടുക? 5 കിലോമീറ്റർ എന്ന് കിട്ടൂലേന്ന്. അപ്പോൾ എന്താ ഇപ്പോൾ മനസ്സിലായത്? ന്യൂക്ലിയസ് ഒരു നമ്മൾ എന്തായിട്ട് അസ്യൂം ചെയ്യാണ്? ഒരു ക്രിക്കറ്റ് ബോളായിട്ട് അസ്യൂം ചെയ്യുകയാണെങ്കിൽ ആറ്റത്തിൻ്റെ സൈസ് എത്ര ഉണ്ട്? 5 കിലോമീറ്റർ റേഡിയസ് ആയിരിക്കും ഉണ്ടാവാം. 5 കിലോമീറ്റർ. അതായത് ന്യൂക്ലിയസ് ഓഫ് ആറ്റം നമ്മൾ എന്തായിട്ട് കരുതാണ്? ക്രിക്കറ്റ് ബോളായിട്ട് കരുതുകയാണെങ്കിൽ ആ ഗ്രൗണ്ടിൻ്റെ റേഡിയസ് എത്ര ഉണ്ടാവുക? 5 കിലോമീറ്റർ റേഡിയസ് വേണം.
ഓക്കെ ദെൻ അപ്പോൾ ഇത്രയും വലിയൊരു കമ്പാരിസൺ ആണ്. അപ്പോൾ നമ്മൾ ആറ്റത്തിൻ്റെ സൈസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ന്യൂക്ലിയസിൻ്റെ സൈസ് എന്ത് ചെയ്യാം, നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ വാല്യൂ ഒന്ന് പഠിച്ചു വെച്ചേക്ക്. ആറ്റത്തിൻ്റെ സൈസ് 10⁻⁻10 മീറ്ററിൻ്റെ ഓർഡറിലും വൈൽ ദാറ്റ് ഓഫ് ന്യൂക്ലിയസ് ഈസ് 10⁻⁻15 മീറ്ററിൻ്റെ ഓർഡറിലുമാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്ത് നോക്കിയേക്കിനി. ദെൻ ഇവിടെ നിന്നാണ് റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം വരുന്നത്. ഇതേ കാര്യങ്ങൾ, ഈ കൺക്ലൂഷൻസ് ആണ് അതിൽ വരുന്നത്. അതിനെ പറയുന്ന പേരാണ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം, അല്ലെങ്കിൽ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്ന് പറയാറുണ്ട്. എന്തൊക്കെയാണ്? ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം, അല്ലെങ്കിൽ എന്താ പേര്? പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്ന് പറയാറുണ്ട്. എന്താണ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റത്തിൽ പറയുന്നത്? നോക്കൂ, അതിൻ്റെ പോസ്റ്റ്ലേസ് കാണാതെ പഠിക്കണം കേട്ടോ. പോസിറ്റീവ് ചാർജ് and most of the mass of an atom are densely concentrated in a small region called nucleus. അല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റും, all positive charge and most of the mass of an atom are concentrated in a very small region at the center of atom called nucleus. മനസ്സിലായില്ലേ? ഒരു ആറ്റത്തിൻ്റെ എല്ലാ പോസിറ്റീവ് ചാർജും മിക്കവാറും എല്ലാ ഭാരവും അടങ്ങിയിട്ടുള്ളത് വളരെ ചെറിയ റീജനായ ന്യൂക്ലിയസിലാണ്. ഇതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ, ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൌണ്ട് ദ ന്യൂക്ലിയസ് വിത്ത് വെരി ഹൈ സ്പീഡ് ഇൻ സർക്കുലർ പാത്ത് കോൾഡ് ഓർബിറ്റ്. എങ്ങനെയാണ്? ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങുന്നത് ഓർബിറ്റിലാണ്, സർക്കുലർ പാത്തിലാണ് കറങ്ങുന്നത്. ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൌണ്ട് ദി ന്യൂക്ലിയസ് ഇൻ സർക്കുലർ പാത്ത് അറൌണ്ട് ദി ന്യൂക്ലിയസ് കോൾഡ് എന്താണ്? ഓർബിറ്റ്. ഓക്കെ, സർക്കുലർ പാത്തിൽ. മൂന്നാമത്തെ, ഇലക്ട്രോൺസ് ആൻഡ് ന്യൂക്ലിയസ് ആർ ഹെൽഡ് ടുഗദർ ഇൻ ദി ആറ്റം ബൈ എന്താണുള്ളത്? സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ്, ദെൻ ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോൾ അവർ തമ്മിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട് എന്ന്. ഇതാണ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം. ഇവിടെ പ്ലാനറ്റ് സണ്ണിന് ചുറ്റും ഒക്കെ ഇതേപോലെ കറങ്ങുന്നതുകൊണ്ട്, പ്ലാനറ്റ്സ് കറങ്ങുന്നതുകൊണ്ട് ഇതിനെ പറയുന്ന പേരാണ് പ്ലാനറ്ററി മോഡൽ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം എന്ന് ഇതിനെ പറയാറുണ്ട്. എന്തൊക്കെയാണ് ന്യൂക്ലിയർ മോഡലിലെ പോസ്റ്റ്ലേസ്? എന്തൊക്കെയാണ്? ഒന്ന്, most of the mass and all positive charge of an atom are concentrated in a very small region at the center called nucleus. ബുദ്ധിമുട്ടില്ലല്ലോ. ഓക്കെ, രണ്ടാമത്തെ, ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൌണ്ട് ദി ന്യൂക്ലിയസ് വിത്ത് വെരി ഹൈ സ്പീഡ് ഇൻ സർക്കുലർ പാത്ത് കോൾഡ് ഓർബിറ്റ്. മൂന്നാമത്തത്, ഇലക്ട്രോൺസ് ആൻഡ് ന്യൂക്ലിയസ് ആർ ഹെൽഡ് ടുഗദർ ബൈ സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഇതാണ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം, അല്ലെങ്കിൽ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ആറ്റം മോഡൽ ദെൻ അടുത്തതാണ് നമ്മൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഡീമെറിറ്റ്സ്. മെറിറ്റ്സ് ചോദിച്ചാൽ എന്താ പറയുക? ദെൻ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റൂദർഫോർഡ് ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇതന്നെയാണ് അതിൻ്റെ മെറിറ്റ്. ഇനി ഡീമെറിറ്റ്സ് ചോദിച്ചാൽ എന്താ പറയാൻ പറ്റുക? ഡ്രോബാക്സ് ചോദിച്ചാൽ എന്താ പറയാൻ പറ്റുക? നോക്കൂ, ദെൻ ഒന്നാമത്തെ ഡ്രോബാക്ക്, ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം എന്നാണ്. അതെങ്ങനെ പറയുന്നു നോക്കൂ കേട്ടോ. നമ്മൾ വരുന്നുണ്ട് ദെൻ ഓക്കെ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി വെച്ചിട്ട് ദെൻ ഒരു ഇപ്പം നമ്മൾ പറഞ്ഞ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങാന്നല്ലേ പറയുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി പ്രകാരം ചാർജ് ഉള്ളൊരു വസ്തു ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ എനർജി, ഒരു ആക്സലറേഷൻ ഉണ്ടെങ്കിൽ എനർജി ലോസ് വരുന്നതാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആയിട്ട് പുറത്തേക്ക് കൊടുക്കും. അങ്ങനെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആയിട്ട് അത് പുറത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എനർജി കുറഞ്ഞാൽ അതിൻ്റെ റേഡിയസ് കുറയും. അപ്പോൾ മൂവ്മെൻറ്റ് ഇങ്ങനെ മെല്ലെ വന്ന് അവസാനം ന്യൂക്ലിയസിലേക്ക് വന്നെത്തണം ഇലക്ട്രോണ്. ദെൻ അതോടുകൂടി ഇലക്ട്രോൺ ന്യൂക്ലിയസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ആറ്റം പിന്നെ ഇല്ല, അതോടുകൂടി ആറ്റം നശിച്ചു പോയില്ലേ. ദെൻ ആറ്റം അൺസ്റ്റേബിൾ ആവും. പക്ഷേ ആറ്റം എന്താണ്? സ്റ്റേബിൾ ആണ്. ഇത് റൂദർഫോർഡ് ആറ്റം മോഡൽ അനുസരിച്ച് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി പ്രകാരം ഇങ്ങനെ സംഭവിക്കണം. പക്ഷെ സംഭവിക്കുന്നുണ്ടോ? ഇല്ല. ആറ്റം സ്റ്റേബിൾ ആണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആരെ കൊണ്ടുവയ്യ? റൂദർഫോർഡ് ആറ്റം മോഡലിനെ കൊണ്ടുവയ്യ. അപ്പം നമ്മൾ പഠിക്കേണ്ട എന്താണ്? ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം. എന്താ പറയേണ്ടത്? ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം. സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അടുത്തെന്താണ്? ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ഇലക്ട്രോണിക് സ്ട്രക്ചർ ഓഫ് ആറ്റം. നമ്മൾ ദെൻ ആറ്റത്തിന് ഇലക്ട്രോണിക് സ്ട്രക്ചർ ഒക്കെ പറയുന്നുണ്ട്, 1s to 2s. അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇതിന് പറ്റൂല. അതേപോലെ ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ഹൈഡ്രജൻ സ്പെക്ട്രം. നമുക്ക് അടുത്തിൽ വിശദമായിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മൾ പറയും ഹൈഡ്രജൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ ആരെ കൊണ്ട് പറ്റൂല? ഈ റൂദർഫോർഡ് ആറ്റം മോഡലിനെ കൊണ്ട് പറ്റൂല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡ്രോബാക്കുകൾ. മനസ്സിലായോ പറഞ്ഞ കാര്യങ്ങൾ? ഓക്കെ, നമ്മൾ റൂദർഫോർഡ് ആറ്റം മോഡലാണ് പഠിച്ചത്. അതിൻ്റെ മെറിറ്റ്സ് നമ്മൾ പറഞ്ഞു. ദെൻ റൂദർഫോർഡ് എക്സ്പെരിമെൻ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം.
എന്താണ് അതിൻ്റെ ഡ്രോബാക്ക് എന്നുള്ളതാണ്. എന്താ ഡ്രോബാക്ക് എഴുതിയത്? ഇവിടെ നോക്കൂ, ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം. എന്താണത് ഉദ്ദേശിക്കുന്നത് നോക്കൂ കേട്ടോ. ദെൻ ഇത് പഠിച്ചാൽ മതി നിങ്ങൾ, പക്ഷെ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം ഞാൻ. ഇപ്പം നമ്മൾ പറഞ്ഞത് എന്തായാലും നമ്മൾ പറഞ്ഞത് ഇലക്ട്രോൺസ് ആർ റിവോൾവിങ് അറൌണ്ട് ദ ന്യൂക്ലിയസ് വിത്ത് വെരി ഹൈ സ്പീഡ് എന്നല്ലേ നമ്മൾ പറഞ്ഞത്. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ദെൻ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി ഓഫ് മാക്സ്വെൽ അനുസരിച്ച് ഒരു ചാർജ്ഡ് പാർട്ടിക്കിള് ഒരു അണ്ടർ ആക്സലറേഷൻ മൂവ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്, ന്യൂക്ലിയസ് ഇവിടെ ഉണ്ട് പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോണിനാണെങ്കിൽ നെഗറ്റീവ് ചാർജ് ആണ്. ദെൻ ഇനി ഇത് ചാർജ്ഡ് പാർട്ടിക്കിളാണ്, ഒരു ആക്സലറേഷൻ ഉണ്ടെങ്കിൽ, മൂവ് ചെയ്യുമ്പോൾ ഒരു ആക്സലറേഷൻ ഉണ്ടെങ്കിൽ ദെൻ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി പ്രകാരം അത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ വിട്ടുകൊടുക്കും, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ എമിറ്റ് ചെയ്യും. അപ്പോൾ ആ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എമിറ്റ് ചെയ്യണം. അങ്ങനെ എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനർജി കുറയും. എനർജി കുറഞ്ഞാൽ അതിൻ്റെ റേഡിയസ് അത് റൊട്ടേറ്റ് ചെയ്യുന്ന റേഡിയസ് കുറയും. അങ്ങനെ റേഡിയസ് കുറഞ്ഞാൽ അവസാനം ഈ ന്യൂക്ലിയസിലേക്ക് അത് വന്നിട്ട് ഇവിടെ ഈ ന്യൂക്ലിയസിലേക്ക് എത്തിപ്പെടണം. ഏത്? ഈ ഇലക്ട്രോണ്. പക്ഷെ അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? ഇത് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി ഓഫ് മാക്സ്വെൽ അനുസരിച്ച് ഇങ്ങനെ സംഭവിക്കണം. ചാർജ്ഡ് പാർട്ടിക്കിൾ അണ്ടർ ആക്സലറേഷൻ എമിറ്റ് റേഡിയേഷൻസ്. അപ്പോൾ നമ്മൾ റേഡിയേഷൻസ് എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനർജി കുറയും, ഇതിൻ്റെ റേഡിയസ് കുറയും, അവസാനം ന്യൂക്ലിയസിൽ വന്നിട്ട് ഇലക്ട്രോൺ അവിടെ വന്ന് മുട്ടണം. അതോടുകൂടി ആറ്റം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇല്ല. അപ്പോൾ ആറ്റം സ്റ്റേബിൾ അല്ല. ഏത് തിയറി പ്രകാരം? റൂദർഫോർഡ് ആറ്റം മോഡൽ പ്രകാരം. പക്ഷെ അങ്ങനെ ആറ്റം അവിടെ വന്ന് മുട്ടുന്നുണ്ട്, അല്ല ഇലക്ട്രോൺ അവിടെ വന്ന് മുട്ടുന്നുണ്ടോ? ഇല്ല. ആറ്റം സ്റ്റേബിൾ അല്ലേ? ആറ്റം സ്റ്റേബിൾ ആണ്. അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആരെ കൊണ്ട് പറ്റുന്നില്ല? ദെൻ റൂദർഫോർഡ് ആറ്റം മോഡലിനെ കൊണ്ട് പറ്റുന്നില്ല. അപ്പം നിങ്ങളിങ്ങനെ പഠിച്ചാൽ മതി. ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം. എന്താണ്? ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം. ഒന്നാമത്തെ ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം. രണ്ടാമത്തത് ഇതൊക്കെ നമുക്ക് പിന്നീട് വരുന്നതാണ്. ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ഇലക്ട്രോണിക് സ്ട്രക്ചർ ഓഫ് ആറ്റം. ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇതിന് പറ്റുന്നില്ല എന്നുള്ളത്. ഓക്കെ. ദെൻ ഇലക്ട്രോണിക് സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇലക്ട്രോൺസ് ഒക്കെ വെച്ചിട്ടുള്ള സ്ട്രക്ചർ 1s2 2s2 എന്നൊക്കെ പറയുന്നത്. ഓക്കെ. അതേപോലെ ഹൈഡ്രജൻ സ്പെക്ട്രം ഉണ്ട്, നമുക്ക് വരുന്നുണ്ട് അടുത്ത ടോപ്പിക്കിൽ. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ റൂദർഫോർഡ് ആറ്റം മോഡലിന് പറ്റുന്നില്ല. ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ഹൈഡ്രജൻ സ്പെക്ട്രം. അപ്പോൾ ഇതൊക്കെയാണ് റൂദർഫോർഡ് ആറ്റം മോഡലിൻ്റെ ഡ്രോബാക്സ്. എക്സാമിന് സ്ഥിരം വരുന്നതാട്ടോ. എല്ലാ ക്വസ്റ്റിനും എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ചോദിച്ചിട്ടുണ്ട്, ഒബ്സർവേഷൻ ചോദിച്ചിട്ടുണ്ട്, ആറ്റം മോഡലിൻ്റെ പേര്, അതിൻ്റെ എക്സ്പ്ലനേഷന്, അതേപോലെ അതിൻ്റെ ഡ്രോബാക്സ് എല്ലാം എക്സാമിന് ചോദിക്കുന്നതാണ്. നന്നായിട്ട് പഠിച്ചേക്കുക. ദെൻ റൂദർഫോർഡ് ആറ്റം മോഡൽ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഞാൻ പെട്ടെന്ന് പറയാം. എന്തൊക്കെയാണ് നമ്മൾ തുടങ്ങിയത്? ആദ്യം നമ്മൾ പറഞ്ഞത് ഹെൻറി ബെക്കറലിൻ്റെ റേഡിയോ ആക്ടിവിറ്റിയെ കുറിച്ച് പറഞ്ഞു. റേഡിയോ ആക്ടിവിറ്റിയെ ബേസ് ചെയ്തിട്ട് റേഡിയേഷനെ നമ്മൾ 3 എണ്ണാക്കി മാറ്റി. ആൽഫ, ബീറ്റ, ഗാമ. ആൽഫ റേഡിയേഷന് പോസിറ്റീവ് ചാർജ് ആണ്, അത് ഹീലിയം ന്യൂക്ലിയസ് ആണ്. ബീറ്റ റേഡിയേഷന് ഇലക്ട്രോൺസ് ആണ്. ഗാമ റേഡിയേഷൻസ് എന്ന് പറഞ്ഞാൽ ദെൻ ചാർജ് ഇല്ലാത്ത നെഗ്ലിജിബിൾ മാസ് ഉള്ള റേഡിയേഷൻ ആണ്. ദെൻ ഇനി ബീറ്റ റേഡിയേഷൻ്റെ പെനട്രേറ്റിംഗ് പവർ ആൽഫയുടെ 100 ടൈംസ് ആണ്. ഗാമ റേഡിയേഷൻ്റെ പെനട്രേറ്റിംഗ് പവർ ബീറ്റയുടെ 100 ടൈംസ് ആണ്, അല്ലെങ്കിൽ ആൽഫയുടെ 10,000 ടൈംസ് ആണ് അല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ പെനട്രേറ്റിംഗ് പവർ ഉള്ളത് ഗാമ റേഡിയേഷനാണ്, ഏറ്റവും വീക്കായിട്ടുള്ളത് ആൽഫ റേഡിയേഷനാണ്. ക്ലിയർ അല്ലേ അത്? ഓക്കെ. ദെൻ ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത് സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് വരുന്നത്. എന്താ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ്? എന്താണ്? തിൻ ഗോൾഡ് ഫോയിലിലൂടെ ഫാസ്റ്റ് മൂവിങ് ആൽഫ പാർട്ടിക്കിളിനെ പാസ് ചെയ്തു. അതിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്താ അവിടെ കൊടുത്തത്? എന്താണ്? ഒരു തിൻ ഗോൾഡ് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് കൊടുത്തു, അല്ലെങ്കിൽ ലെഡ് സൾഫൈഡ് കോട്ടഡ് സ്ക്രീന് വെച്ചു. അപ്പോൾ ഇവിടുന്ന് കിട്ടിയ ഒബ്സർവേഷൻസ് എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? Then most of the alpha particle passed through the foil without any deviation. Some of the alpha particle deflected by very small angle, and only very few of them deflected back. പുറത്തേക്ക് അല്ലെങ്കിൽ റിഫ്ലക്റ്റഡ് ബാക്ക് എന്നാണ് പറയുന്നത്. ഇതിന് കൊടുത്ത എക്സ്പ്ലനേഷൻ എന്തായിരുന്നു? അതാണ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം അല്ലെങ്കിൽ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. എന്തൊക്കെയാണ് അതിൻ്റെ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം അല്ലെങ്കിൽ ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റത്തിൽ എന്തൊക്കെയാണ് അതിൻ്റെ പോയിന്റ്സ് പറഞ്ഞത്? മോസ്റ്റ് ഓഫ് ദി അതിങ്ങനെ പറയാം, most of the mass and all positive charge of an atom are concentrated in a very small region at the center called nucleus. Electrons are revolving around the nucleus with very high speed in circular path called orbit. The electrons and nucleus are held together by electrostatic force of attraction. കഴിഞ്ഞില്ലേ അത്? ഇവിടുന്നാണ് ഡ്രോബാക്സ് വരുന്നത്. ദെൻ എന്തൊക്കെയാണ് ഡ്രോബാക്സ് ആണ്? ഇനി ആറ്റത്തിൻ്റെയും ന്യൂക്ലിയസിൻ്റെയും സൈസിൻ്റെ ഓർഡർ എന്ന് പഠിച്ചോണം കേട്ടോ. ആറ്റത്തിൻ്റെ റേഡിയസ് 10⁻⁻10
മീറ്ററിൻ്റെ ഓർഡറിലും ന്യൂക്ലിയസിൻ്റെ റേഡിയസ് 10⁻⁻15 മീറ്ററിൻ്റെ ഓർഡറിലും. ഓക്കെ, ദെൻ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നതാണ് എന്തൊക്കെയാണ് അതിൻ്റെ ഡ്രോബാക്സ്. ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ സ്റ്റെബിലിറ്റി. അപ്പോൾ ചിലർക്ക് ചോദ്യമുണ്ട്, പ്ലാനറ്ററി മോഷനിൽ ഇതേപോലെ സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് കറങ്ങുമ്പോൾ എന്തുകൊണ്ട് അതേപോലെ ന്യൂക്ലിയസിലേക്ക് സണ്ണിലേക്ക് വരാത്തതെന്ന്. അവിടെ നമ്മൾ ചാർജ് ഇല്ലല്ലോ, ചാർജ് പറയുന്നില്ലല്ലോ. ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിൽ ചാർജിൽ അട്രാക്ഷനിൽ മൂവ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ വരിക. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം, അതേപോലെ ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ഇലക്ട്രോണിക് സ്ട്രക്ചർ ഓഫ് ആറ്റം, അതേപോലെ ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ഹൈഡ്രജൻ സ്പെക്ട്രം. ഓക്കെ, നന്നായിട്ട് പഠിക്കുക, എളുപ്പമാണ്, എക്സാമിന് സ്ഥിരം വരുന്ന ടോപ്പിക്കാണ്. ഓക്കെ, ഇവിടെ ക്ലാസ് അവസാനിപ്പിക്കാം. താങ്ക് യു.